അക്ബർ ശരിക്കും മാനിപ്പുലേറ്റഡ് ആണോ അതോ കുറച്ചൊക്കെ അക്ബറിന്റെ ഭാഗത്തൊന്നും പിഴയില്ലേ? കാരണം അക്ബറിന്റെ അടുത്ത് ആദില വളരെ വ്യക്തമായിട്ട് ഇറങ്ങാൻ സമയത്ത് പറയുന്നുണ്ട് PR അല്ല, അത് അവളുടെ ചേച്ചിയുടെ നമ്പറാണ് തന്നിരിക്കുന്നത്, അതിനകത്ത് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാറ്ററിന് മാറ്റമില്ല, ഈ പറയുന്ന പോലെ അക്ബറിനെ തകർക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് ഈ വിഷയം അറിയാം. അവസാനം പോകുന്നതിന് മുന്നേ ആദില ഇത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം അക്ബറിന് ഇന്ന് അവിടെ ഒരു വിഷയം നടന്നപ്പോൾ ആ PR-ന്റെ നമ്പർ അല്ല എന്നൊരു സാധനം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും അളവിന് അവിടെ കത്തില്ലായിരുന്നു വീട്, കുറച്ചൊന്ന് കത്തൽ അണഞ്ഞേനെ. അപ്പൊ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ ഒരു സാധനം, അക്ബറിന്റെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ട്. കാരണം PR അല്ല, അനുവിന്റെ ചേച്ചിന്റെ നമ്പർ തന്നെയാണ്, അവിടെ ചേച്ചിയുടെ നമ്പർ തന്നെയാണ് കൊടുത്തതെന്ന് ആദില പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നവരെ നിന്നിട്ട് അവസാന നിമിഷത്തിലാണ് ഈ പറയുന്ന പോലെ ഇല്ലടാ ചേച്ചിയുടെ നമ്പറാണ് അതെന്ന് നെവിന്റെ അടുത്ത് പറയുന്നത്? ഓക്കെ, ഇനി ദെൻ ഒരു കാര്യം പറയാനുള്ളത്, പടച്ചോനാണേ സത്യം, അള്ളായാണ് സത്യം, എനിക്കറിയില്ല അനുമോളെ, ഞാൻ എടുത്തു വെച്ചിട്ടില്ല അത് എന്ന് ആര് പറയുന്നു? നൂറ പറയുകയാണ്. ആ ടിഷ്യൂ പേപ്പറിൽ എടുത്തു വെച്ചത്. ഞാൻ പറയട്ടെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കുറേ വിശ്വാസങ്ങളുണ്ട്, ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യാനി ഒക്കെ ആയാലും. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിനെ നിങ്ങൾ വിളിക്കരുത്, അത് ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇടുന്ന ആ ആണയ്ക്ക് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ഒരു വാല്യൂ നിങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, നൂറ പറഞ്ഞിരിക്കുന്നത് പടച്ചവനാണേ സത്യം, അള്ളായാണ് സത്യം, എനിക്കറിയില്ല, ഞാനത് എടുത്തിട്ടില്ല എന്നാണ്. നൂറ ഒരു മുസ്ലിമാണ്. അപ്പം ഞാനിവിടെ മതക്കാരുടെ ഇറക്കുന്നല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. വിശ്വാസം ഇല്ലെങ്കിൽ ഓക്കെ, വിശ്വാസമല്ല. പക്ഷെ നൂറയ്ക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമുള്ള ഒരാളെ പിടിച്ച് അവിടെ കള്ളയാണായിട്ട്, ദൈവത്തിനെ പിടിച്ചാണ് അവിടെ കള്ളയാണായിട്ട് കാണിക്കുന്നത്. അതിപ്പോൾ ഞാൻ നൂറ ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പം അനുമോളാണ് അവിടെ ഈ പൊസിഷനിൽ പറയുന്നെങ്കിലും എൻ്റെ ദേവിയാണ് ഞാനത് എടുത്തിട്ടില്ല, ദേവിയാണ് ഞാനത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ വിശ്വാസിയായി നടക്കുന്ന ഒരാൾ വിളിച്ച് കള്ളയാണ് ഇടുന്നത്. അതിൽ എന്താണ് അതിനകത്തൊരു അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നൂറ ഒരു വിശ്വാസി അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം മുസ്ലിം ആയതുകൊണ്ട് തല ചുറ്റി നടക്കണം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. നൂറയ്ക്ക് വിശ്വാസമുണ്ട്, ആദിലയ്ക്ക് വിശ്വാസമുണ്ട്, അവർ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, നമ്മൾ കേൾക്കാറുണ്ട്. അതിനകത്ത് പടച്ചോനെ ഞാൻ സത്യമായിട്ടും പറഞ്ഞിട്ടില്ല, അള്ളാണ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അവർ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളെ പിടിച്ച് കള്ളയാണ് ഇട്ടതോടുകൂടി എന്താണ് ഞാൻ നിങ്ങളുടെ പ്രൂവ് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ക്ലിയർലി എക്സ്പോസ് ദാറ്റ് അവിടെ ആരെ കൊണ്ട് ഇവരാണ് ഇട്ട് കഴിഞ്ഞാലും അത് കള്ളമാണ് എന്നുള്ള സാധനമാണ് ഇന്ന് അവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത്. അവിടെ ആദിലയ്ക്ക് വേണ്ടിയാണ് സ്വന്തമായിട്ട് നൂറ നാറിയത്. നൂറ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കളയുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പർ. അതെ, ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ടേ കളയുന്നുണ്ട്. ആരെ രക്ഷിക്കാൻ? ആദിലെ രക്ഷിക്കാനായിട്ട് ഓടിയാണ് പോയത് എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് എപ്പിസോഡിൽ ഞാൻ കണ്ടില്ല കേട്ടോ. എപ്പിസോഡിനകത്ത് എന്ത് പറ്റി? എപ്പിസോഡിൽ ഇതെല്ലാം അലക്കി വെളുപ്പിക്കാനായിട്ട് കുറേ പേരുണ്ട്, കുറേ പേര് ഇതെല്ലാം സത്യമാണെന്നാണ് പറയുന്നത്. ശരിക്കും എൻ്റെ പൊന്നു മക്കളെ, ഇതിനകത്ത് ഇന്ന് അവിടെ PR-ന്റെ വിഷയം നടന്നതുകൊണ്ട് ഞാൻ പറയാണ്, ആർക്കൊക്കെ PR ഉണ്ടെന്നും അനുമോള് 16ന്റെ കേസ് അവിടെ പറയുന്നുണ്ടെങ്കിൽ, അത് കൊടുത്തോ ഇല്ലേന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, 16ന്റെ കേസ് അവിടെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോളം അടുപ്പിച്ച് കാശുകൾ അതിനകത്ത് കൊടുത്തിട്ടില്ല. പകുതിയോളം അടുപ്പിച്ച്, 16ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 8ഓളം അടുപ്പിച്ച് എഗ്രിമെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എഗ്രിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതിൽ കുറച്ച് മാത്രം കൊടുത്തിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. നിലവിൽ ഇപ്പൊ ബിഗ് ബോസിനകത്ത് 6 പേരല്ലേ ഉള്ളത്, ഈ 6 പേരിൽ ഒരാൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ ക്ലിയർലി എവിഡൻ്റ് ആയിട്ട് അറിയാനുള്ള കാര്യം, പക്ഷെ ഞാൻ ആ പേര് പറയൂല. നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അനുമോടെ PR ആണ് എങ്കിൽ അനുമോടെ PR ആണെങ്കിൽ എനിക്ക് ഈ കാര്യം ക്ലിയർലി എക്സ്പോസ് ചെയ്യാം. ഞാനത് പറയത്തില്ല. കാരണം അത് കൊടുക്കുന്നതും കൊടുക്കാത്ത അവരവരുടെ ഇഷ്ടങ്ങളാണ്. അവരെ വലിച്ചു കീറി എക്സ്പോസ് ചെയ്യിക്കുക എന്നുള്ളതല്ല എൻ്റെ പണി. അപ്പം അതുകൊണ്ട് അവിടെയുള്ള നമ്മൾ തിരക്കി നോക്കുക, എനിക്കൊന്ന് നെവിന് മാത്രമായിരിക്കും, നെവിന് കാണത്തില്ല ചിലപ്പോൾ അതിനകത്തുള്ള PR, നൂറയ്ക്ക് കാണത്തില്ല ചിലപ്പോൾ PR, ബാക്കി എല്ലാവർക്കും ഉണ്ട്. ബാക്കി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അനുമോക്കും ഉണ്ട്, ഷാനവാസിനും ഉണ്ട്, അക്ബറിനും ഉണ്ട്, അനീഷിനും ഉണ്ട്. നൂറയ്ക്കും ഈ പറഞ്ഞ പോലെ നെവിനും ഇല്ല, അത് ഉറപ്പാണ്. ബാക്കി എല്ലാവർക്കും നല്ല മാതിരി അളവിന് അതിനകത്തുള്ള PR ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് ഏതാണ്ട് ഇത്രയോളം അടുപ്പിച്ചിട്ടുള്ള എമൗണ്ടുമാണ്. സത്യം, ഇത്രയും വലിയ വിഷയങ്ങൾ അവിടെ നടക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് PR-നെ അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചു, ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഇവരും കൊടുക്കാത്ത പുള്ളികളല്ല. അതൊന്ന് ലക്ഷ്മി അതിനകത്ത് വളരെ ക്ലിയർലി പറയുന്നുണ്ട്. കൊടുക്കാത്ത ആൾക്കാരാണോ ഈ ചോദിക്കുന്നത്? ഈ പറയുന്നത് PR കൊടുക്കാത്ത ആൾക്കാരാണോ? അവരും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ലക്ഷ്മി അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ലക്ഷ്മി ഈ പറയുന്ന റീ എൻട്രി പോയതിൽ ലക്ഷ്മി, മസ്താനി, ഒനീല്, അഭിലാഷ്, പ്രവീണ്, രേണു
ഇവരാറ് പേരാണ് മര്യാദയ്ക്ക് അവരുടെ കാര്യം പറഞ്ഞിട്ട് പോയി എന്ത് ചെയ്തത്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റും കൊടുത്ത് കോൺഫിഡൻസും കൊടുത്തിട്ട് ഇറങ്ങിയത്. ബാക്കിയുള്ളവർ അവിടെ പോയിട്ട്, ഞാൻ പറയട്ടെ, ഇവരവിടെ പോയത് ബാക്കിയുള്ളവരുടെ കോൺഫിഡൻസ് തകർക്കാനാണ്. നോക്കിക്കേ, ഇവരവിടെ നിന്ന് നിങ്ങൾക്ക് നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ഞാൻ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞുതരാം. റീ എൻട്രീസ് വീടിനകത്ത് കയറിപ്പോയി വിഷയമുണ്ടാക്കി അവിടെയുള്ള ആൾക്കാരെ എവിക്റ്റ് ആക്കാനുള്ള വേല. പാട്ടാ ഗേൾസിൽ എത്ര പേര് നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവും? അല്ലെങ്കിൽ ആ വീടിനകത്ത് ഇപ്പോൾ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ആരെയൊക്കെയാണ്? അക്ബറിനെ. റീ എൻട്രികൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അക്ബറിനെ, ആദിലെ, നൂറയെ. ഇവരിൽ എത്ര പേര് ഇപ്പം ആദിലെ പോയി, ഇനി ബാക്കി നൂറയും ഉണ്ട്, അക്ബറും ഉണ്ട്. ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഇനിയും വരും, കാരണം ടോപ്പ് 5 ആണ്. ഇതിനകത്ത് ഇനി എത്ര പേര് നാളെ അവശേഷിക്കുമെന്നും റീ എൻട്രീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഫക്റ്റ് എത്രത്തോളം ആണെന്നും നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മര്യാദയ്ക്ക് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ മണ്ടേ പോയി കയറി വിഷം കുത്തിവെച്ച് ഇവരെ തമ്മിൽ അടിയാക്കി. ഈ പുറത്തുനിന്ന് പോയവരുടെ ഉദ്ദേശം ശരിക്കും ആദിലെയും നൂറയും രക്ഷിക്കുക, അനുമോളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ക കുശുമ്പ്, എങ്ങനെ പറയാതിരിക്കും, പക്ക കുശുമ്പാണ്. കാരണം ഇതുങ്ങളൊക്കെ നേരത്തെ എവിക്റ്റായി വന്നല്ലോ. PR-ന്റെ തലയിൽ എന്തെങ്കിലും ഇടണമല്ലോ. PR കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു, അനു PR കൊടുത്തിട്ടുണ്ട്. PR-ന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. അനുവെന്നല്ല, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പുറത്തായി പോയവർക്ക് മൊത്തം കലി കുശുമ്പാണ്, വേറെ ഒരു വിഷയവും അല്ല അതിനകത്ത്. ഇവർ അതിന്റെ പേരിലാണ് വന്ന്, ഇവര് അനീതിക്കെതിരെ പോരാടുന്നതല്ല, നീതിയെ രക്ഷിക്കുന്നതല്ല. ഇവർക്ക് അഗെയിൻസ്റ്റ് ഈ ആൾ ജയിക്കരുത്, അനു ജയിക്കരുത് എന്നുള്ള വാശിയോടാണ് പോയത്. എന്തായാലും PR-കാർക്ക് കുറച്ചൊന്ന് ആശ്വാസമാക്കിക്കൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാർ പോയി. പക്ക ബുള്ളി വേല. രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നതല്ല രാത്രി പറയുന്നത്. അങ്ങനെ മൊത്തം വിഷയങ്ങൾ ഉണ്ടാക്കി വെച്ച് പോയവർക്ക് തന്നെ യാതൊരു രീതിയിലുള്ള നിലപാടും ഇല്ലാത്ത ലെവലാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും സത്യമായിട്ട് പറയുകയാണ്. ഇതിനിടയ്ക്ക് മാനിപ്പുലേറ്റഡ് ആയി നിൽക്കുന്നത് അക്ബറാണ്. അക്ബറിന്റെ അടുത്ത് ആദില പറഞ്ഞ സംഭവമാണ്. ആദിലയുടെ അടുത്ത് അനു പറഞ്ഞെന്നാണ് ആദില അക്ബറിനോടും ഷൈത്തിയോടും നൂറയോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇത് ആദിലയും അനുവുമായിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. നമുക്കത് പറഞ്ഞോ എന്നോ പറഞ്ഞില്ലേ എന്നോ അറിയില്ല. പക്ഷെ അനു അവിടെ കൊടുത്തിട്ടുള്ള നമ്പർ അത് വളരെ വിസിബിൾ ആണ്. നൂറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കളയുന്നുണ്ട്. അക്ബർ ഈ പ്രശ്നമെല്ലാം തീർന്നതിന് ശേഷം അത് പറയുന്നുമുണ്ട്, ചേച്ചിയുടെ നമ്പറാണെന്നുള്ള കാര്യം. ഓക്കെ, എന്താണ് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന വിശേഷങ്ങൾ? ബിഗ് ബോസ് സീസൺ 7-ന്റെ ഡേ 96 നവംബർ 7 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യണം, മറക്കരുത്, നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇന്ന് മോർണിംഗ് ഈ പറയുന്ന പോലെ അനുമോൾ, ലക്ഷ്മി ഇവര് ഷൈത്യയെ കുറിച്ച് സംസാരിക്കുകയാണ്. ശരിക്കും ഷൈത്യ ഈ പറയുന്ന പോലെ റീ എൻട്രി ആയിട്ട് അകത്ത് വന്നതിന് ശേഷം ആദില നൂറയുടെ ക്യാരക്ടറിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇവര് മര്യാദയ്ക്ക് ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ശൈത്യ വന്ന് ഇതിനകത്ത് ഇടപെട്ടപ്പോഴത്തേക്കുമാണ് വീണ്ടും വലിയ വിഷയങ്ങളായത്. ഇനിയിപ്പം ഇതിനകത്ത് ആര് പറയുന്നതാണ് ശരി, സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതാണോ, വീടിനകത്തുള്ളതാണോ? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതിനകത്ത് നടക്കുന്ന കംപ്ലീറ്റ് കാര്യം അറിയത്തില്ല. ഇവർ പോയി അതിനകത്ത് സംസാരിക്കുന്ന സാധനങ്ങൾ പോലും കുറേയൊക്കെ കട്ടാണ് നമ്മൾ കാണുന്നത്. ലൈവ് പോലും കട്ടാണ്. അപ്പൊ ഇവർ പറയുന്ന ഉള്ളതാണോ ചെയ്യാത്തുള്ളതാണോ എന്തായാലും ഇവർ പോയി ശൈത്യ സംസാരിച്ചോടുകൂടിയാണ് ഇവർ പിരിയുന്നത്, നല്ല അടിച്ച് പിരിയുന്നത് അതോടുകൂടിയാണ്. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ഓൾറെഡി അവിടെ തകർന്നിട്ടുണ്ട്. ആദിലയുടെയും നൂറുടെയും കോൺഫിഡൻസ് തകർന്നിട്ടുണ്ട്. ശൈത്യയുടെ കട്ടപ്പ കേസ് ഓൾറെഡി വെളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമാണ് ശൈത്യ പോയി ദേഷ്യപ്പെടാനുള്ള എല്ലാ അർഹതയും അവിടെ ശൈത്യക്കുണ്ട്. പക്ഷെ ചോദിച്ചു പോയി ദേഷ്യപ്പെട്ട് ഇപ്പോൾ വീണ്ടും പടുകൂറ്റ നെഗറ്റീവിലോട്ട്, എല്ലാം ഒന്ന് തേഞ്ഞു മാഞ്ഞു വന്നതായിരുന്നു, പടുകൂറ്റ നെഗറ്റീവിലോട്ട് വീണ്ടും വീണിരിക്കുകയാണ്. അത് നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വീണ്ടും അതിനെ പറയാം, നാളെയും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർലി മനസ്സിലാകും. ദെൻ ഈ പറഞ്ഞതുപോലെ അക്ബറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അവിടെ പലരും പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. ശരിക്കും ഞാൻ പറയുന്നത്, ഈ ഓൾ ദ ബെസ്റ്റ് കൊടുക്കാൻ പോലുള്ള കണ്ടസ്റ്റൻസ് എന്തിനാണ് മാനസികമായി അക്ബറിനെ തകർക്കുന്നതും ആദിലെ തകർക്കുന്നതും നൂറെ തകർക്കുന്നതും? ഇന്നുവരെ അനുമോൾ അവിടെ നിന്നിട്ട് ആദിലെക്കുറിച്ചും നൂറെക്കുറിച്ചുള്ള കുറ്റങ്ങൾ അവരുടെ മുഖത്ത് നോക്കി നേർക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്. അടിയിൽക്കൂടെ ഒരു പണിയും വെച്ചിട്ടില്ല. ആദിലെ നൂറൻ ചെയ്തതോ അടിയിൽക്കൂടെ പണിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പൊ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഉറപ്പായിട്ടും യാതൊരുവിധ സംശയം വേണ്ട, 99% അനുമോള് തന്നെ കപ്പ് പൊക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എവിടെ ബുള്ളിയിങ് ഉണ്ടാകുന്നോ, എവിടെ കോർണറിങ് ഉണ്ടാകുന്നോ, എവിടെ ഒരാളെ ഒറ്റപ്പെടുത്തുന്നോ, എവിടെ ഒരാളെ തരം താത്തി കെട്ടുന്നോ, അവരെ ബിഗ് ബോസ് പ്രേക്ഷകർ പൊക്കിക്കൊണ്ടുവരും. ഇനിയിപ്പോൾ അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥത കേട്ടോ. PR ആണെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി PR-ന്റെ ഒരു
പാർട്ടുണ്ട്. PR നല്ലൊരു പാർട്ട് ഇതിനകത്തുണ്ട്. കമന്റ്സിലൂടെ മാനിപ്പുലേറ്റഡ് ചെയ്യാനും റൈറ്റ് അപ്പ് എഴുതാനും വോട്ട്സുകൾ കളക്ട് ചെയ്യാനും ഒക്കെ നല്ല മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി PR ഉറപ്പായിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് അവിടെ നടന്ന വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ട് മക്കളെ. കാരണം ആദിലയായിട്ട് പറഞ്ഞ സാധനം നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അതിനകത്ത് കമന്റ് അടിക്കാൻ പറ്റില്ല, നമ്മളത് കണ്ടിട്ടില്ല. ആദിലയുടെ ഭാഗത്താണോ ശരി, അനുമോളുടെ ഭാഗത്താണോ ശരി നമുക്കറിയില്ല. പക്ഷേ ആദില അവിടെ എടുത്തു വെച്ചിരുന്ന നമ്പർ നൂറ നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിന്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. ആദിലെ സേവ് ചെയ്യാനാണ് നൂറയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണ്, എവിഡന്റ് ആണ് അതിൽ നിന്നും. ഇന്നത്തെ വിഷയത്തിൽ ഈ പറയുന്ന പോലെ അനുമോൾ അവിടെ സംസാരിക്കുന്നുണ്ട്, അമ്മയെ കൊണ്ടാണ് ഇടുന്നുണ്ട്, ദൈവത്തിനെ കൊണ്ടാണ് ഇടുന്നുണ്ട്, ഞാൻ മരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ലെവലിൽ ഗെയിം ആയിട്ട് കാണാം. പക്ഷേ അവിടെ ക്ലിയർലി ഇങ്ങനെ പറയാതെ ഞാൻ ഇന്നയാളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവൾ ഇവിടെ വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കറക്റ്റ് പോയിന്റ് ആണ് പറയുന്നത്. ഇതേ സമയം ഓപ്പോസിറ്റ് നിൽക്കുന്ന നൂറ വിഷമിക്കുന്നുണ്ട്. നൂറയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഇവർക്ക് ബുള്ളി ചെയ്യണം. അപ്പാനിക്കും ബിൻസിക്കും അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള ബാക്കിയുള്ള എല്ലാവരും കൂടെ ബുള്ളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എന്താ പറയുക, ഇന്നത്തെ എപ്പിസോഡ് കാണാൻ പറ്റുന്നത് അപ്പാനി എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണലി അനുവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, മാറുന്നു, കൈയടിക്കുന്നു. ഞാൻ പറയാം, ഒറ്റ നിലപാട് വേണം അതിനകത്ത്. അത് ഏതൊരു കണ്ടസ്റ്റന്റ് ആയാലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ആ ഒരു ഒപ്പീനിയനിൽ അവിടെ നിൽക്കാൻ പഠിക്കുക. ഇത് രാവിലെ വന്ന് സോൾവ് ചെയ്യും. അനുവിനെ കുറിച്ച് മാറിയെന്ന് എന്തെങ്കിലും പറയുമ്പോൾ കൈയടിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ കൈയടിക്കുന്നെങ്കിൽ കൈ അടിച്ചോളൂ അപ്പാനി, അത് ഫുൾ ടൈമും കൈയടിക്കണം. ഇതിന്റെ എക്സ്ട്രീം ആണ് അപ്പാനി കാണിച്ചതിന്റെ എക്സ്ട്രീം. PhD Pro Max ആണ് ആരെയും കാണിക്കുന്നത്. കൂടെ വന്നിരിക്കുന്നു, എല്ലാം സോൾവ് ചെയ്യാന്ന് പറയുന്നു. നേരെ അക്ബറിനെ പോകുന്നു, തല കുത്തനെ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ അക്ബറിന് ഇന്ന് യാതൊരുവിധ നെഗറ്റീവും വരൂലായിരുന്നു. പക്ഷെ അക്ബറിന്റെ ഭാഗത്തുനിന്ന് ഒരു സാധനം വെളിച്ചാടി. എന്താന്ന് വെച്ചാൽ ഒനീലിന്റെ അടുത്ത് അക്ബർ പറയുന്നുണ്ട്, PR അല്ല ഇവളുടെ ചേച്ചിയുടെ നമ്പറാണ് തന്നത്, പക്ഷെ എന്നെ തകർക്കാനാണ് ഈ സാധനം പറഞ്ഞു വിട്ടെന്നുള്ള കാര്യം അനു പറഞ്ഞു എന്നാണ് ആദില പറഞ്ഞതെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് PR നമ്പർ അല്ല എന്ന് അക്ബറിന് അറിയാമായിരുന്നു. പക്ഷെ അക്ബർ എന്ത് ചെയ്തു? മിണ്ടാതിരുന്നു. അനുവിന് കിട്ടേണ്ട ക്രൂഷിക്കലുകൾ മൊത്തവും കിട്ടട്ടെ എന്ന് വിചാരിച്ച് PR കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മൊത്തം കേട്ടിട്ടും അക്ബർ മിണ്ടാതിരുന്നു. ലാസ്റ്റ് ഫൈനൽ നൂറയുടെ ആ ഒരു പേപ്പറൊക്കെ ടിഷ്യൂ എടുത്തുകൊണ്ട് പോയതിനു ശേഷം അനു ആ നമ്പർ കാണിച്ചപ്പോൾ നെവിൻ അവിടെ കൺവിൻസ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ആ ചേച്ചിയുടെ നമ്പറാണെന്ന് എനിക്കറിയാം എന്നുള്ള കാര്യം അക്ബർ പറഞ്ഞു. അപ്പൊ അത്രയും നേരം അക്ബർ എതുക്കാകെ സൈലന്റ് ആയിട്ടിരുന്നു. അപ്പൊ അക്ബറിനും അറിയാം അത് ചേച്ചിയുടെ നമ്പറാണ് എന്നുള്ള കാര്യം അറിയാം. എൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടിയുണ്ട്. ആദില ഇത് അക്ബറിന്റെ അടുത്ത് ഇറങ്ങാൻ നിമിഷം ചേച്ചിയുടെ നമ്പറാണെന്ന് പറഞ്ഞു. അതിനു മുമ്പേ വരെ PR നമ്പറാണ് എനിക്ക് തന്നെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തിനു പറയുന്നു? ഇന്ന് ആദില യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ശരിക്കും അതിനകത്ത് ആദില ആരുടെ മൊത്തം അലക്കി വെളുപ്പീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെയോ അലക്കി വെളുപ്പിക്കലാണ്. നാളെ നമുക്ക് കാണാം, അതിൻ്റെ ഉത്തരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് നാളെ. പിന്നെ ഭയങ്കര വലിയൊരു ഞാൻ ഒന്നും മിണ്ടുന്നില്ല. കാരണം അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടന്നു പോകുന്നത്. ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ല, അനുവിനവിടെ കപ്പടിക്കാനുള്ള ലെവലിൽ അനു സ്വന്തമായിട്ടൊരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത് ബിഗ് ബോസ് സീസൺ 7 വെച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു. അതേസമയം അനീഷ് ആണെങ്കിൽ കപ്പടിക്കാനുള്ള കുറേ സാധനങ്ങൾ അനീഷിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അനുവിന്റെ ഭാഗത്തുനിന്ന് കപ്പടിക്കാനുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായതല്ല, ഉണ്ടാക്കി കൊടുത്തതാണ് ആര്? ബുള്ളി ചെയ്യാൻ ഓപ്പോസിറ്റ് നിന്നവര്. ഗ്രൂപ്പ് കൂടി അറ്റാക്ക് ചെയ്തു, ബുള്ളി ചെയ്തു, പരദൂഷണം പറഞ്ഞു, ഏഷണി പറഞ്ഞു, ഒറ്റപ്പെടുത്തി. അനുവിന് കിട്ടിയ സപ്പോർട്ട് മൊത്തം അപ്പാനിയും പടയും ഉണ്ടാക്കി കൊടുത്തതാണ്, അല്ലാതെ അനു ഒറ്റയ്ക്ക് നേടിപ്പറിച്ചെടുത്തതല്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഉണ്ടാക്കി കൊടുത്തതാണ്. അവർ ഉണ്ടാക്കി കൊടുത്ത ബലം PR കൂടെ കയറ്റി പിടിച്ചപ്പോഴത്തേക്കും അതൊരു ഭയങ്കര വലിയ ബലമായി മാറി. ഇത് പുറത്തിറങ്ങുമ്പോൾ PR എന്ന് മാത്രം മുദ്ര കുത്തപ്പെടുകയാണെങ്കിൽ ഈ ഷോക്ക് അകത്ത് പോകുമ്പോൾ ഇത് ചെയ്ത് കൊടുത്തത്, ഇവർക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തത് നമ്മളും കൂടി ചേർന്നിട്ടാണ്, നമ്മൾ ബുള്ളി ചെയ്യാൻ പോയിട്ടാണെന്നുള്ളൊരു സാമാന്യ ബോധം വേണം. മനസ്സിലായില്ലേ? ലക്ഷ്മി അവിടെ മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ജിഷൻ മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, മസ്താനി കൊടുക്കുന്നുണ്ട്, പ്രവീൺ കൊടുക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാനില്ല ഈ ഒരു കേസിൽ. ആര് ജയിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു 5ന്റെ പൈസ കിട്ടുന്ന ഒരു ഇതും ഇതിനകത്തില്ല. അത് വേറൊരു ഫാക്റ്റാണ്. നിങ്ങൾ പറയുന്നവർക്ക് ബാക്കി ലൈസൻസ് ഇല്ല, എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ വീണ്ടും പറയുന്നു, PR ആണെന്ന് പറയുന്നവർ നട്ടല്ലുണ്ടെങ്കിൽ അത് തെളിയിക്കുക, എന്നിട്ട് പറയുക PR ആണെന്ന്. ഓക്കെ, ഇന്ന് അവിടെ ഈ പറയുന്ന പോലെ കണ്ണാടി നോക്കിയുള്ള ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിംഗ് ആണ്. കഴിഞ്ഞ വർഷം ഇത്രയും ബോറിംഗ് ഉണ്ടായിരുന്നില്ല, ഇത്തവണ നല്ല ബോറിംഗ് ആണ്. പക്ഷെ അക്ബർ അത്യാവശ്യം നന്നായിട്ട് നല്ല ലെവലിൽ സംസാരിക്കുന്നുണ്ട്. അക്ബറിന്റെയും അനീഷിന്റെയും മാത്രം ഇന്നത്തെ സെക്ഷനിൽ അവിടെ കഴിഞ്ഞിട്ടുള്ളൂ.
നൂറ കള്ളം പറയുന്നുണ്ട് ആണ ഇട്ടിട്ട്. എന്തിനാണ് നിങ്ങൾ ദൈവത്തിനെ വിശ്വസിക്കുന്നത്? ഇങ്ങനെ കള്ളയാണ ഇടാൻ വേണ്ടിയിട്ടാണോ നൂറ വിശ്വസിക്കുന്നത്? നൂറ ഒരു വിശ്വാസിയാണെങ്കിൽ കള്ളയാണ ഇടാൻ വേണ്ടിയിട്ടാണോ വിശ്വസിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഒരു കാര്യം. വേറൊന്നും പറയാനില്ല. അതിന് തന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ വേലയും റീ എൻട്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. വഴക്ക് നല്ല മുട്ടൻ വഴക്കാവുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രൊമോ വരട്ടെ. എനിക്ക് തോന്നുന്നു മിക്കവാറും നാളെ മറ്റന്നാളൊക്കെ ഇനിയിപ്പോൾ സീരിയൽ തുടങ്ങുമല്ലോ. ബിഗ് ബോസ് തീർന്ന് ആ സ്പോട്ടിൽ സീരിയൽ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ആൾക്കാർ കയറാനുള്ള സാധ്യതകളുണ്ട്. പ്രൊമോ വരുമ്പോൾ നമുക്ക് നോക്കാം, കണ്ടറിയാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.